ഹലോ, സുഖാണോ? ചിപ്പി വാങ്ങാൻ കഴിഞ്ഞ ദിവസം മുക്കോല ചന്തയിലേക്ക് പോയപ്പോഴാണ് അടിച്ചു മോനെ ലോട്ടറി എന്ന് പറയുന്നത് പോലെ ശംഖ് കിട്ടിയത്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ചന്ത കൂടുന്ന അപ്പോഴേ എത്തിയതാണ്. എന്നിട്ടും കണ്ടോ, കുട്ടയിൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ. ശംഖ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ചൊരു ഇരിപ്പാണ്. പേടിച്ചു. ചിപ്പിയും ശംഖും ആവോളം കിട്ടുന്ന മാസമാണ് വൃശ്ചികം. എത്ര കഴിച്ചാലും മതിവരാത്ത രുചികളാണേ. വിഴിഞ്ഞത്തിന്റെ ഇട്ടാവട്ടങ്ങളിൽ നിന്നും പുറത്തുള്ള ആൾക്കാർ പറയുന്നത് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കഴിച്ചിട്ടില്ലല്ലോ എന്നായിരിക്കും. ഇത് ഞങ്ങൾക്ക് കഴിക്കാനേ തികയുന്നില്ല. അപ്പോഴെങ്ങനെയാണ് പുറത്തേക്ക് വരുന്നതും വാനിഷ് ആക്കാൻ ഞങ്ങളുണ്ടല്ലോ. ഈ സീസണിൽ വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് പ്രാക്ടീസിന്റെ കുറച്ച് കുറവുണ്ട്. 2-3 തല്ല് നെറുകം തലയിൽ കിട്ടിയതിനു ശേഷമാണ് അതൊന്ന് തുറന്നു വന്നത് ഫ്ലഷ് നമുക്ക് എടുക്കാനായത്. സാധാരണ ഒരൊറ്റ നല്ല തല്ലിൽ സംഗതിയെല്ലാം പുറത്തേക്ക് ചാടുന്നതാണ്. തല്ല് കൂടുതൽ കിട്ടിയാൽ ഇറച്ചി ചതഞ്ഞു പോവും. ഷെല്ലിന്റെ പൊട്ടും പൊടിയും ഉള്ളിലേക്ക് പറ്റിയിരിക്കുകയും ചെയ്യും. എത്ര കഴുകിയാലും പിന്നെ ഒരു കരകരപ്പാണ്. സാധാരണ എന്റെ തലവെട്ടം കാണുന്ന ദിവസം ഫോണും എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടമാണ് തൻവിപ്പാപ്പ. ഇന്നെന്തോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഇത് കഴിച്ച ശീലമൊന്നുമില്ല കേട്ടോ. ചോറിൽ വെച്ച് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചാലും കൈയോടെ പിടികൂടും. ഇതിപ്പോ 400 രൂപയുടെ ഐറ്റമാണ്. ചിപ്പിയേക്കാൾ വില കൂടുതലാണ് ശംഖിന്. കഴിക്കുമ്പോൾ എന്ത് രുചിയാണെന്ന് ചോദിച്ചാൽ മുരിങ്ങ ഇറച്ചിയുടെയൊക്കെ ഒരു രുചിയില്ലേ, ഏകദേശം അതുപോലെയാണ് ശംഖിനും. അമ്മ തിളച്ച അരി വാർക്കുന്ന തയ്യാറെടുപ്പിലാണ്. അയ്യോ, നീ അതും വീഡിയോ ആക്കിയോ എന്ന് പറയുന്നുണ്ട്. ഇഷ്ടം പോലെ വെള്ളം ഇത് കഴുകണം. എത്ര കഴുകിയാലും പൊട്ടും പൊടിയും അതിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ വീട് ഒരു കൂട്ടുകുടുംബമാണെന്ന് പറയാം. കസിൻസും നമ്മൾ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് അംഗസംഖ്യയുണ്ടേ. ഇത് മുതലാകൂല എന്ന് ഉറപ്പല്ലേ. അപ്പൊ 4-5 ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. പല വെള്ളം കഴുകണം. എത്ര കഴുകിയാലും ഞാൻ പറഞ്ഞില്ലേ, ഈ ഷെല്ലിന്റെ പൊട്ടും പൊടിയും ഒക്കെ പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അരുചിയാണ്. സവോളയിലല്ല, ചെറിയ ഉള്ളിയിൽ തന്നെ വേവിക്കണം. അതാണ് അതിന്റെ രുചി. നന്നായി കഴുകി വൃത്തിയാക്കിയ ശംഖിനെ പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് വേവിക്കാം. ഒരു 1/4 മണിക്കൂറെങ്കിലും മിനിമം ഇതിനെ വേവിക്കണം. ഈ സമയം നമുക്ക് അരപ്പ് പ്രിപ്പയർ ചെയ്താലോ? കുറച്ചധികം തേങ്ങ എടുത്തോളൂ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പ്ലേറ്റുകളിലേക്കും ഒന്ന് റൗണ്ട് ചെയ്ത് എത്തണ്ടേ. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിൽ ചേർത്തോളൂ. ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ശംഖിൽ ചേർത്തത്. ഒരുപാട് ഉപ്പ് വേണ്ട, സീ ഫുഡ് അല്ലേ, ആവശ്യത്തിന് ഉപ്പ് അതിൽ തന്നെയുണ്ട്. വെന്ത ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങുമ്പോഴാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് വെള്ളവും വറ്റി വളരെ കുറച്ച് മാത്രം ബാക്കി നിൽക്കെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് എല്ലാ ഭാഗത്തേക്കും തവ ഉപയോഗിച്ച് ഇതുപോലെ യോജിപ്പിച്ചു കൊടുക്കാം. വെന്ത് നല്ലോണം കുറച്ചുകൂടെ വറ്റട്ടെ. നമ്മുടെ ശംഖ് തോരൻ റെഡിയാണ്. ഇനി താളിച്ച് ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കി ഇതിലേക്ക് ഒഴിക്കാം. ശാലിനിയും ഞാനും ഇനി എന്ത് പ്രിപ്പയർ ചെയ്യും, ഇനി എന്ത് വീഡിയോ എടുക്കും എന്നുള്ള ആലോചനയിലാണ്. കുറച്ച് എണ്ണ ചൂടാക്കി 1-2 ഉള്ളി അരിഞ്ഞു ചേർത്ത് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് താളിച്ചതിന് ശേഷം ഇതിന്റെ പുറത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രുചിയില്ലേ, വായിൽ വെള്ളമൂറുന്ന അവസ്ഥ, അതിപ്പോഴും തോന്നുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ. വീണ്ടും കാണാനും കഴിക്കാനുമുള്ള കൊതിയായി മനസ്സിൽ. അടുത്ത വീക്കെൻഡ് വരെ കാത്തിരിക്കണം. കിട്ടിയാൽ ഭാഗ്യം. കഴിച്ചിട്ടുണ്ടോ ഇത്? കഴിക്കാൻ ശ്രമിക്കണേ. താങ്ക് യു. ബൈ.